യാത്രകൾ ഷാനവാസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അർമീനിയയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എൻ്റെ സ്നേഹിതൻ്റെ ഷാജാൻ അവൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അതാ അബുദാബിയിൽ റൂമിൽ നിന്ന് ഇറങ്ങി ഇത് ബസ്സിൽ പോവാണ്. ബസ്സിൽ എയർപോർട്ടിൽ പോവാണ്. അബുദാബി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞു. ഇന്ന് വ്യാഴാഴ്ചയാണ്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തതാണ്. ഹോട്ടലും അവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 3 ദിവസത്തേക്കുള്ള പരിപാടിയാണ് നമ്മൾ പോകുന്നത്. 3 ദിവസം അവിടെ ഉണ്ടാവും. അർമീനിയയിൽ ഏറവാൻ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇത് അബുദാബി ബസ് സ്റ്റോപ്പിൽ കാത്തിക്കാണ്. എയർപോർട്ടിലേക്കുള്ള ബസ് ഇപ്പോൾ വരും. A1 ബസ്സിനാണ് പോകുന്നത്. അബുദാബിയിൽ നിന്ന് 4 മണിക്കൂറാണ് ഫ്ലൈറ്റ് യാത്ര ഉള്ളത് അർമീനിയക്ക്. രാവിലെയാണ് യാത്ര. ഇപ്പോൾ ഒരു ഉച്ചക്കാണ് ഫ്ലൈറ്റ് നമ്മൾ പോകുന്നത്. ഫ്ലൈറ്റ് ഉച്ചക്ക് പോയാൽ വൈകിട്ട് അവിടെ എത്തും. ഒരു 5 മണിക്ക് അവിടുത്തെ സമയം, ഒരു 5 മണിക്ക് അവിടെ എത്തും. A1 ബസ് വന്നിരിക്കണേ. ഇതാ ബസ് കയറിയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ അർമീനിയ വരെയുള്ള യാത്രയാണ് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ 4 അർമീനിയൻ എപ്പിസോഡുകൾ ഉണ്ടാവും. ഈ ബസ്സിൽ കയറി അബുദാബി ബസ് സ്റ്റോപ്പിൽ നിന്ന് എയർപോർട്ടിൽ പോകണം. അർമീനിയയിലേക്ക് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാന്നുള്ളത് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടുന്ന് അബുദാബിയിൽ നിന്നാണ് നമുക്ക് വിസ വേണ്ട. ഓൺ അറൈവൽ വിസയാണ് അവിടെ അർമീനിയയിൽ. അവിടെ ഒരു $10 കൊടുത്താൽ നമുക്ക് അവിടെ വിസ കിട്ടും. അങ്ങനെ നമ്മൾ ഏകദേശം അബുദാബി എയർപോർട്ടിൻ്റെ അടുത്തെത്തിയാണ്. അബുദാബി എയർപോർട്ടിൽ നിന്ന് നമുക്ക് അർമീനിയക്ക് പോകണമെങ്കിൽ ഏറവാൻ എയർപോർട്ടിലേക്കാണ് പോകാനുള്ളത്. അർമീനിയൻ്റെ ക്യാപിറ്റലാണ് ഏറവാൻ. അവിടെ നമുക്ക് കാണാനുള്ളത്. നമ്മളെ സുഹൃത്ത് ഷാജാനെ നമ്മളെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് ഡ്യൂട്ടിയിലായിരിക്കും. സമയമുള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്. അവന് മിക്കവാറും ഞായറാഴ്ച എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച അവനക്ക് ലീവാണ്. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൻ്റെ പുറത്തെത്തി. നമ്മൾ പുറത്താണുള്ളത്. അബുദാബി എയർപോർട്ടിൻ്റെ പുറം ഭാഗമാണത്. നമ്മൾ അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അബുദാബി എയർപോർട്ടിലാണ്. അർമീനിയക്ക് പോകാൻ വേണ്ടിയിട്ട് അബുദാബി എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. ഡോർ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. അബുദാബി എയർപോർട്ടിൻ്റെ അകത്താണിത്. അബുദാബി എയർപോർട്ട് ഇപ്പോൾ പുതുക്കി പണിതതാണ്. ഇപ്പോൾ വളരെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് കൗണ്ടർ നമ്മൾ വിസ് എയർലൈൻ്റെ കൗണ്ടറിലേക്ക് പോവാണ്. ഏറവാൻ എയർപോർട്ടിലേക്ക് വിസ് എയർലൈനിലാണ് നമ്മൾ പോകുന്നത്. വിസ് എയർലൈൻ്റെ കൗണ്ടറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടി. ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സുഖമാണ്. ഏറവാനിൽ വിസക്ക് വേണ്ടിയിട്ട് ഒരു $10 കൊടുക്കേണ്ടി വരും. പിന്നെ കൂടാതെ ചിലവിനുള്ള പൈസക്കും ഒക്കെ കൂടി നമ്മൾ കുറച്ച് ദിർഹം കയ്യിൽ കരുതണം. അതിന് വേണ്ടിയിട്ട് ദിർഹം എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ATM മെഷീൻ നോക്കി പോവാണ്. ഒരു 1000 ദിർഹം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു $350 കയ്യിൽ. ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടിയതാ. എമിഗ്രേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എമിഗ്രേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലിയറായി. ഉള്ളിലാണുള്ളത്. ഫ്ലൈറ്റ് ഇനിയുണ്ട് 1.5 മണിക്കൂർ. 1 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ ഒരു 12 മണി ആയിട്ടുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അബുദാബി എയർപോർട്ടിനുള്ളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കിടക്കണം. എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിനുള്ളിൽ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് 1 മണിക്കൂർ ടൈം. വിസ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. 1 മണിക്കാണ്. ഇപ്പോൾ നമ്മൾ 12 മണി ആയിട്ടുള്ളൂ. അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. 11 മണി സമയമായി. വിസ് എയർലൈൻ 1 മണിക്കാണ് ഫ്ലൈറ്റ് ഏറവാൻക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി. ബൂട്ട്സ് ഫാർമസി ഇതവിടെ. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഗേറ്റിലാണ്. A8 നമ്മളെ ഗേറ്റ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ്. ഇനിയും 1 മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് വിസ് എയർലൈനിൻ്റെ ഫ്ലൈറ്റാണ് വരാനുള്ളത്. അബുദാബിയിലെ ഒരു ഫ്ലൈറ്റ് കമ്പനിയാണ് വിസ് എയർലൈൻ.
വളരെ ചീപ്പായിട്ട് അവർ പല രാജ്യങ്ങൾക്കും, പല അർമീനിയ, ജോർജിയ, പല രാജ്യങ്ങൾക്കും അവർ ഫ്ലൈറ്റ് സർവീസ് നടത്തുന്നുണ്ട്. വളരെ തുച്ഛ റേറ്റാണ്. പക്ഷേ ഓൺലൈനിൽ മാത്രമാണ് അതിൻ്റെ ടിക്കറ്റ് അവൈലബിലിറ്റി. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. നമ്മളുടെ ഗേറ്റ് എയിലാണ്, സെക്ഷൻ എയിലാണ് നമ്മളെ ഗേറ്റ് ഉള്ളത്. വിസ എയർലൈൻ്റെ ഫ്ലൈറ്റ് ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഇതാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്, വിസ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. എല്ലാവരും ഇതാ ബോർഡിങ് തുടങ്ങി. ബോർഡിങ്ങൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ കയറ്റൽ തുടങ്ങി. ഫ്ലൈറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്, പോവാണ്. ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്താ ഫ്ലൈറ്റിക്ക് പോവാണ്, വെയിറ്റ് ചെയ്യണം. നല്ല തിരക്കുണ്ട്. ഫ്ലൈറ്റ് ഫുള്ളാണെന്നാണ് തോന്നുന്നത്. ധാരാളം യാത്രക്കാരുണ്ട്, ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ധാരാളം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഫ്ലൈറ്റിക്ക് കയറാണ്. എയർവാനിക്കുള്ള ഫ്ലൈറ്റ് ഇവിടെ ഉണ്ട്. ഫ്ലൈറ്റ് കയറാണ്. അങ്ങനെ ഫ്ലൈറ്റിലെ ഇൻസ്ട്രക്ഷൻ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മളെ ഫ്ലൈറ്റ് പുറപ്പെടുകയാണ്. ബാക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് മുന്നിൽ കിടക്കും. അബുദാബി എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന ഒക്കെ പറയുന്നുണ്ട്. അറബിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്നുണ്ട്. സീറ്റൊക്കെ ഫുള്ളായിരിക്കണ്. ആളെ കയറ്റിയ ഉടനെ തന്നെ പുറപ്പെടുന്നുണ്ട്. മറ്റുള്ള എയർ ഇന്ത്യ മാതിരിയൊന്നും എത്തി വെറുപ്പിക്കുന്നില്ല. ചില ഫ്ലൈറ്റുകൾ നമ്മളെ ഫ്ലൈറ്റ് കുറേ എത്തിയതിന് ശേഷം പുറപ്പെടുക. ഇത് പെട്ടെന്ന് പുറപ്പെട്ടു. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് വിമാനം ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് പോവാണ്. റൺവേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫ്ലൈറ്റ്. അതാ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. സ്പീഡ് കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ്. അങ്ങനെ അതാ ടേക്ക് ഓഫ് ചെയ്ത് നിലത്തുനിന്ന് പൊങ്ങി വിമാനം അതാ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ടൂർ കമ്പനികൾ ആൾക്കാരെ കൊണ്ടുപോകണമൊക്കെ ഉണ്ട് തോന്നുന്നത്. അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറേ ഗ്രൂപ്പുകൾ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് തോന്നുന്നത്. എയർവാനിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ധാരാളം യാത്രക്കാർ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഉയരത്തിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ്, കുറേ യാത്ര ചെയ്തതിന് ശേഷം കാണുന്ന കാഴ്ചകളാണ്. നിറയെ മരുഭൂമി പോലത്തെ മലനിരകളാണ്. മരുഭൂമിയല്ല, മലനിരകളാണ്. ഫുള്ള് പാറയുടെ മലയാണ്. പാറ കൊണ്ടുള്ള മലകളാണ് കൂടുതലും കാണുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയൊരു മാപ്പാണിത്. നമുക്ക് ഇവിടേക്കാണ് പോകാനുള്ളത്. എറവാനിക്ക്, അബുദാബിയിൽ നിന്ന് എറവാനിക്ക്, ഇവിടെ നിന്ന് ഇവിടേക്കാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭൂപ്രകൃതിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു കടലിൻ്റെ മുകളിലൂടെ പോകുന്ന പോലെയാണ് ഇപ്പോൾ കാണുന്നത്. പാറക്കെട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു കടൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി പോവാണ്. കടലാണ് തോന്നുന്നത്. ഫ്ലൈറ്റ് ഇനിയും പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അർമീനിയ രാജ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല തണുത്ത കാലാവസ്ഥയാണ്. കൂടുതലും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പോകുന്നവരൊക്കെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് തന്നെ പോകണം. അർമീനിയയിൽ കൂടുതലും തണുത്ത ഒരു കാലാവസ്ഥയാണ്. കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് തന്നെയാണ് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. സാധനത്തിനൊക്കെ കൂടുതലാണ്. കൂടാതെ ജനസംഖ്യ തന്നെ വളരെ കുറവാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനസംഖ്യ വളരെ കുറവാണ് അർമീനിയയിൽ.
ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഒരു ഡോളറിന് അവിടെ 350 ദിർഹംസ്, അർമേനിയൻ ദിർഹംസ് ഒക്കെ കിട്ടും. അതായത് ഇവിടുത്തെ UAE ഒരു ദിർഹം അവിടെ 100 അർമേനിയൻ ദിർഹംസാണ്. അർമേനിയയിലെ ഏറ്റവും വരുമാനം അവിടെ മൈനിങ് ആണ്. പലതരം ലോഹങ്ങളൊക്കെ അവിടുന്ന് മൈനിങ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ വരുമാനം, പിന്നെ കൂടാതെ ധാരാളം ടൂറിസ്റ്റ് വരുമാനം അവിടെ വരുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. നമ്മളിത് വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാരവാനിലേക്കുള്ള ഫ്ലൈറ്റാണ്. ഏറ്റവും മുകളിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് വീഡിയോ. മഞ്ഞ് നിറഞ്ഞ കുറേ കുന്നുകളും മലകളൊക്കെ ഉണ്ട്. ആ മലകൾക്കൊക്കെ കയറി പോകാൻ അവിടെ പെർമിഷനൊന്നുമില്ല, റോഡുകളും കാര്യങ്ങളൊന്നുമില്ല. ഡിസംബറിൽ അവിടെ സ്നോഫാളിൻ്റെ സമയമാണ്. അപ്പോൾ അർമേനിയ വിസിറ്റ് ചെയ്യാനുള്ളവർ ഡിസംബറിൽ പോവുകയാണ് നല്ലത്. അർമേനിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിൽപ്പെടുന്ന രാജ്യമാണ്. ഒരു യൂറോപ്യൻ കൾച്ചറാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അവർ ഒരു യൂറോപ്യൻ രാജ്യമായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ചരിത്രം പറയുകയാണെങ്കിൽ അർമേനിയ മുമ്പ് USSRൽ നിന്ന്, റഷ്യയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. റഷ്യയുടെ അധീനത്തിലായിരുന്നു മുമ്പ് അർമേനിയ. 1991 USSR റഷ്യയിൽ നിന്ന് അർമേനിയ പിരിഞ്ഞ് വേറൊരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. കൂടുതലും ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ടാണ് അർമേനിയ അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ 8ാമത്തെ വളർന്നു വരുന്ന ഡെവലപ്പിംഗ് കൺട്രി എന്നാണ് ഇപ്പോൾ അർമേനിയനെ അറിയപ്പെടുന്നത്. കൂടാതെ ജോർജിയ, അസർബൈജാൻ, ഇറാൻ, പിന്നീട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് അർമേനിയ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ മൈനിങ്ങും ഇൻഡസ്ട്രിയാണ് മെയിൻ വരുമാനം. അവർ മൈനിങ്ങിൽ പല ലോഹങ്ങളും ഇവിടെ മൈൻ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് കോപ്പർ, ഗോൾഡ്, കാഡ്മിയം, അങ്ങനെ ധാരാളം വിലപ്പെട്ട മെറ്റലുകൾ, അതായത് പലതരം ലോഹങ്ങൾ ഇവിടുന്ന് മൈനിങ് ചെയ്ത് പല ഇൻഡസ്ട്രി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. യേരവാൻ എത്തിയിരിക്കണമെന്നാണ് തോന്നുന്നത്. ബിൽഡിങ്ങുകളുടെ ഒക്കെ കാഴ്ചകളിൽ കാണുന്നുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി. യേരവാൻ എന്ന് പറഞ്ഞാൽ അർമേനിയയുടെ ക്യാപിറ്റലാണ്. ധാരാളം ഇൻഡസ്ട്രികളും പിന്നെ കൃഷി കാര്യങ്ങളും പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയാണ്. പഴയ പുരാതനമായിട്ടുള്ള ധാരാളം ബിൽഡിങ്ങുകൾ യേരവാൻ ടൗണിലുകളുണ്ട്. അർമേനിയയിൽ ധാരാളം മൊണാസ്ട്രികൾ കാണാനുണ്ട്. ക്രിസ്ത്യൻ മൊണാസ്ട്രികളാണ്. പഴയ കാലത്ത് അവരുടെ മൊണാസ്ട്രികളിൽ താമസിച്ച് പഠിച്ചിരുന്ന, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചും മറ്റ് മതത്തെക്കുറിച്ചും പഠനം നടത്തിയിരുന്ന ചർച്ചുകളാണ് മൊണാസ്ട്രികളായിട്ട് അറിയപ്പെടുന്നത്. അവിടെ താമസിച്ച് ആ മതത്തിനെ പറ്റി പഠിക്കാനൊക്കെ സൗകര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉള്ള സെൻറ്ററുകളായിരുന്നു മൊണാസ്ട്രികൾ. യേരവാൻ സിറ്റിയിൽ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. കൂടാതെ ധാരാളം പുരാതനമായിട്ടുള്ള വാസ്തുശില്പികളെ കൊണ്ട് നിർമ്മിച്ച പല ബിൽഡിങ്ങുകളും ഉണ്ട് ഇവിടെ. യേരവാൻ സിറ്റിയോട് ചേർന്നിട്ടുള്ളൊരു മൗണ്ടനാണിത്, ഒരു മലയാണ് കാണുന്നത്. ഈ മൗണ്ടനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് തടാകങ്ങളിൽ ശേഖരിച്ച് പിന്നീട് ഇവിടുത്തെ കുടിവെള്ളത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. യേരവാൻ സിറ്റിയിലൊക്കെ ഈ തടാകത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അബുദാബിയിൽ നിന്ന് യേരവാൻ അർമേനിയയിലേക്ക് 4 മണിക്കൂർ യാത്രയുണ്ട് ഫ്ലൈറ്റിന്. നമ്മളിപ്പോൾ ഏകദേശം യേരവാനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ വിമാനം എയർപോർട്ടിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്കെത്തി. താഴേക്ക് ഇതാ റൺവേയിലേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ യേരവാൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്.
കാലാവസ്ഥയും മറ്റുള്ള അർമീനിയ യെരവാനത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്തിയ വിവരങ്ങളൊക്കെ അറിയിക്കുകയാണ് എല്ലാവരും. അബുദാബി എയർപോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ എയർപോർട്ടാണ്. വളരെ തുച്ഛം ചെറിയ ബിൽഡിങ്ങുകളേ ഉള്ളൂ. ഫ്ലൈറ്റുകളും കുറവാണ്. തിരിച്ച് വന്ന് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പാർക്ക് ചെയ്യാൻ പോവാണ്. അവിടെ എത്തിയിട്ടാണ് എല്ലാവരും ഇറക്കുകയുള്ളൂ. അർമീനിയൻ സമയം 4-5 മണിയായി. എയർപോർട്ടിൽ നിന്ന് ബസ്സിന് നമുക്ക് ഹോട്ടലിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് അർമീനിയൻ ദിർഹംസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അർമീനിയൻ ദിർഹംസ് ആക്കിയിട്ട് എയർപോർട്ടിൽ നിന്ന് മാറ്റാം. എക്സ്ചേഞ്ച് ഉണ്ട് അർമീനിയൻ എയർപോർട്ടിൽ എന്നാണ് കരുതുന്നത്. നമ്മുടെ യെരവാൻ എയർപോർട്ടിൽ, അർമീനിയയിലെ യെരവാൻ എയർപോർട്ടിലെത്തി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ $10 കൊടുത്ത് നമുക്ക് വിസയൊക്കെ അടിച്ച് കിട്ടി. നമുക്ക് അർമീനിയയുടെ വിസ കിട്ടി. ബസ്സിൽ ഹോട്ടലിലേക്ക് പോകണം. എയർപോർട്ടിൽ ബസ് കയറി. ബസ്സിൽ പോയെത്തുന്ന പറഞ്ഞു. ഇതാണ് അർമീനിയ എയർപോർട്ട്. നമ്മളിതാ എയർപോർട്ടിൻ്റെ പുറത്ത് ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ദുബായിൽ നിന്ന് വന്ന സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനെ കിട്ടി. അവൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യണത്. യെരവാനിലെ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 5 മണിയായിപ്പോൾ. ഇവിടെ 5 മണിയായപ്പോൾ തന്നെ രാത്രി ആയ പോലെയാണ്. വലിയ യാത്രക്കാരൊന്നുമില്ല ബസ്സിൽ. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ അർമീനിയൻ ലോക്കൽസുകളാണ്. അവർക്ക് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഉള്ള ഭാഷയൊക്കെ വെച്ചിട്ട് നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് ഇറക്കി തരാമെന്ന്. യെരവാനിലെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ യാത്ര ഇവിടെ കറങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സുൽത്താനും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അങ്ങനെ നമ്മൾ ബസ്സിൽ ഒരു ആഫ്രിക്കക്കാരനെ പരിചയപ്പെട്ട് അവന് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അവനോട് നമ്മൾ ഇവിടെ എന്തൊക്കെ കാണാനുള്ള ഇതൊക്കെ ചോദിച്ചറിയാണ്. അർമീനിയയിൽ കൂടുതൽ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ അയാളുടെ അടുത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ്. യെരവാനിൽ എന്തൊക്കെ കാണാനുള്ളതൊക്കെ അയാളോട് ചോദിക്കുകയാണ്. ടൂറിസ്റ്റ് ഏരിയ ഓർ സംതിങ്. Yeah, they have tourist area, but Where? it's a little bit far. No, here, not here. It's Outside? Yeah. Where? They call it the Savannah. Savan. Yeah, Savannah. There is like a museum, old churches, and yeah, Savannah. Here also they have another place to go and see. Farms, you can see some farm, strawberry, something like this. Cherry. They have a lot of farms, but I've never been there. You never. A cemetery. Cemetery, yeah. അങ്ങനെ ബസ് നമ്മളൊരു സെമിത്തേരിയുടെ അടുത്ത് കൂടിയാണ് പോകുന്നത്. അർമീനിയയിലെ ആഫ്രിക്കക്കാരെ നമുക്ക് പല സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു പെട്രോൾ സ്റ്റേഷനാണിത്. രാത്രി പെട്രോൾ സ്റ്റേഷൻ്റെ ദൃശ്യങ്ങളാണ് യെരവാനിൽ, അർമീനിയ. ഒരു പുഴയാണിത്. അർമീനിയയിലെ യെരവാനിലെ ഒരു പുഴ, റിവർ. അർമീനിയയിലെ കൂടുതൽ കാഴ്ചകളൊക്കെ ഇനി അടുത്ത ഭാഗങ്ങളിൽ, അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നിപ്പോൾ കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല. യെരവാൻ ടൗണിലെ ഒരു പുഴ ആണെന്നാണ് തോന്നുന്നത്, തടാകമാണെന്നാണ് തോന്നുന്നത്. ധാരാളം പക്ഷികളൊക്കെ കാണുന്നുണ്ട്. പുഴയുടെ നടുവിലും വക്കത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പുഴയിൽ നിറയെ പക്ഷികളുണ്ട്. ഏത് പക്ഷികളാണത്? പുഴയിലാണത്.
അർമീനിയയിലെ എരവാനിലെ ഒരു പുഴയാണിത്. ഇവിടെ എന്തോ ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു സ്തൂപാണിത്. അർമീനിയയിലെ എരവാനിലാണ് പുഴൻ്റെ പക്കത്തൊരു സ്തൂപം. അങ്ങനെ ആഫ്രിക്കക്കാരൻ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ ഇറങ്ങുകയാണ്. ഞാനിവിടെ ഇറങ്ങി നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഇറങ്ങി. മറ്റേ സുൽത്താൻ അങ്ങനെ യാത്ര ബസ്സിൽ തന്നെ തുടരുന്നുണ്ട്. അങ്ങനെ എരവാനിലെ ഒരു ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. എരവാനിലെ ഒരു മാർക്കറ്റ് പ്ലേസാണ്. സിഗ്നലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹോട്ടലിലേക്ക് പോവാണ്. എരവാനിലാണ് ഇപ്പോൾ ഇത്. നല്ല തണുപ്പാണ്. വൈകുന്നേരം ഒരു 6 മണിയായി, ഇരുട്ടായിക്കണ്, തണുപ്പുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ എരവാനിലാണ്. എരവാനിലെ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട് പോവാണ്. ഹോട്ടലിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ രാത്രിയായി. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളൊന്നും കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേഗം പോയിട്ട് ഹോട്ടലിൽ റൂമൊക്കെ സെറ്റാക്കിയിട്ട് കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.